ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. അക്ഷരകുലപതി MT വാസുദേവൻ നായർ അന്തരിച്ചു. MTയുടെ വിയോഗത്തിൽ സംസ്ഥാനത്ത് ഇന്നും നാളെയും ഔദ്യോഗിക ദുഃഖാചരണം. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന വീർ ബാൽ ദിവസ് പരിപാടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. ശബരിമല മണ്ഡലകാല തീർത്ഥാടനത്തിന് ഇന്ന് സമാപനം. ICC പുരുഷ ടെസ്റ്റ് ബൌളിംഗ് റാങ്കിങ്ങിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച് ഇന്ത്യൻ താരം ജസ്പ്രീത് ബുംറ. വാർത്തകൾ വിശദമായി. മലയാളത്തിന്റെ അതുല്യ പ്രതിഭ MT വാസുദേവൻ നായർ അന്തരിച്ചു. കോഴിക്കോട്ടെ ആശുപത്രിയിൽ ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രിയോടെയായിരുന്നു അന്ത്യം. നോവൽ, ചെറുകഥ തുടങ്ങി എഴുത്തിന്റെ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച അദ്ദേഹം ചലച്ചിത്ര സംവിധായകൻ, തിരക്കഥാകൃത്ത്, പത്രാധിപർ എന്നീ നിലകളിലും ശ്രദ്ധേയനാണ്. MTയുടെ ഭൌതികദേഹം വൈകുന്നേരം 4 വരെ കോഴിക്കോട് നടക്കാവിലെ വസതിയിൽ പൊതുദർശനത്തിന് വയ്ക്കും. ഇന്നലെ രാത്രി മുതൽ തന്നെ സമൂഹത്തിലെ നാനാതുറയിലുള്ളവർ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തുന്നുണ്ട്. ഭൌതികദേഹം വൈകുന്നേരം 5-ന് മാവൂർ റോഡ് ശ്മശാനത്തിൽ സംസ്കരിക്കും. MTയുടെ വിയോഗത്തിൽ അനുശോചിച്ച് ആദരസൂചകമായി സംസ്ഥാന സർക്കാർ ഇന്നും നാളെയും ഔദ്യോഗികമായി ദുഃഖം ആചരിക്കും. ഇന്നു ചേരാനിരുന്ന മന്ത്രിസഭായോഗം ഉൾപ്പെടെ എല്ലാ സർക്കാർ പരിപാടികളും മാറ്റിവച്ചു. ഇന്നും നാളെയും നടത്താനിരുന്ന താലൂക്കുതല പരാതി പരിഹാര അദാലത്തുകളും മാറ്റിവച്ചു. മലയാള സാഹിത്യത്തിന്റെ പെരുന്തച്ഛൻ, നിളയുടെ കഥാകാരൻ, സാഹിത്യ കുലപതി തുടങ്ങി നിരവധി വിശേഷണങ്ങൾ നേടിയ അതുല്യ പ്രതിഭയായിരുന്നു MT വാസുദേവൻ നായർ എന്ന MT. കാലത്തിന്റെ സങ്കീർണതകളും ജീവിതത്തിന്റെ സമസ്യകളും എഴുത്തിൽ പകർത്തി വായനക്കാരെ ചിന്തിപ്പിക്കുകയും അതിശയിപ്പിക്കുകയും ചെയ്ത മലയാളത്തിന്റെ എഴുത്താചാര്യൻ കൂടിയായ MT വിടവാങ്ങുമ്പോൾ ഒരു കാലഘട്ടം തന്നെയാണ് പടിയിറങ്ങുന്നത്. ഒരു റിപ്പോർട്ട്. പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്ത് കൂടല്ലൂരിൽ 1933 ജൂലൈ 15-നാണ് മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്ന MT വാസുദേവൻ നായർ ജനിച്ചത്. 1954-ൽ വളർത്തുമൃഗങ്ങൾ എന്ന കഥയിലൂടെ ശ്രദ്ധേയനായ അദ്ദേഹം 7 പതിറ്റാണ്ടുകാലം അക്ഷരലോകത്തിന് നൽകിയ സംഭാവന വിലമതിക്കാനാകാത്തതാണ്. ആദ്യമായി പുസ്തകരൂപത്തിൽ പ്രസിദ്ധീകരിച്ച നോവൽ നാലുകെട്ടിന് തന്നെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. 1963-64 കാലത്ത് സ്വന്തം കഥയായ മുറപ്പെണ്ണ തിരക്കഥ എഴുതിയാണ് MT ചലച്ചിത്ര ലോകത്ത് പ്രവേശിച്ചത്. 1973-ൽ ആദ്യമായി സംവിധാനം ചെയ്ത നിർമാല്യം എന്ന ചിത്രത്തിന് രാഷ്ട്രപതിയുടെ സ്വർണ്ണ പതക്കം ലഭിച്ചു. 1995-ൽ ജ്ഞാനപീഠ പുരസ്കാരവും 2005-ൽ പത്മഭൂഷണം നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു. കേരള ജ്യോതി പുരസ്കാരം, JC ഡാനിയൽ പുരസ്കാരം, എഴുത്തച്ഛൻ പുരസ്കാരം, വയലാർ അവാർഡ്, വള്ളത്തോൾ പുരസ്കാരം ഉൾപ്പെടെ നിരവധി അവാർഡുകൾ നേടിയിരുന്നു. മഞ്ഞ്, കാലം, നാലുകെട്ട്, അസുരവിത്ത്, വിലാപയാത്ര, പാതിരാവും പകൽ വെളിച്ചവും, രണ്ടാം മൂഴം, വാരണാസി എന്നിവയാണ് നോവലുകൾ. ഇരുട്ടിന്റെ ആത്മാവ്, ഓളവും തീരവും, സ്വർഗം തുറക്കുന്ന സമയം, വാനപ്രസ്ഥം, രക്തം പുരണ്ട മൺതരികൾ, നിന്റെ ഓർമ്മയ്ക്ക്, ചെറിയ ചെറിയ ഭൂകമ്പങ്ങൾ, പെരുമഴയുടെ പിറ്റേന്ന് തുടങ്ങിയ കഥകൾ ശ്രദ്ധേയമാണ്. എഴുത്തുകാരൻ എന്നതിനൊപ്പം തിരക്കഥാകൃത്ത്, സംവിധായകൻ എന്നീ നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച അതുല്യ പ്രതിഭയായിരുന്നു MT വാസുദേവൻ നായർ. 50-ലേറെ തിരക്കഥകളാണ് MT രചിച്ചത്. 4 തവണ മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചു. 6 ചലച്ചിത്രങ്ങളും 2 ഡോക്യുമെന്ററികളും അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട്. നിർമാല്യം, മുറപ്പെണ്ണ്, സദയം, സുഹൃതം, ഇരുട്ടിന്റെ ആത്മാവ്, ഓളവും തീരവും, പെരുന്തച്ഛൻ, ഒരു വടക്കൻ വീരഗാഥ എന്നിങ്ങനെ MT സമ്മാനിച്ചത് മലയാളത്തിന് പകരം വയ്ക്കാനാകാത്ത ചലച്ചിത്രങ്ങളാണ്. മലയാളത്തിലെ ഒരു വ്യത്യസ്തമായ ഒരു ചിത്രം ഇതാ മലയാളത്തിലുണ്ടായ ഒരു ചിത്രം എന്ന് നമുക്കൊരു സന്തോഷം തോന്നിയിട്ടുള്ള ചിത്രം നീലക്കുയിൽ തന്നെ. അപ്പോൾ ഭാസ്കരൻ മാഷ്, രാമു, വിൻസെന്റ് മാഷ് ഇവരെല്ലാം ചേർന്നിട്ടുള്ള ഒരു പുതിയ ഒരു സിനിമാ സംസ്കാരം കേരളത്തിൽ ഉണ്ടാവുകയാണ് എന്ന് അന്ന് തോന്നി തുടങ്ങി. അപ്പൊ ഞാൻ അക്കാലത്ത് എഴുതിയിരുന്നു, പ്രസിദ്ധീകരിച്ചിരുന്നു. 86-ലോ മറ്റാണോ നാലുകെട്ട് ഞാൻ എഴുതുന്നത്. അപ്പോൾ മലയാള സിനിമയ്ക്ക് വ്യക്തമായ ഒരു വഴിത്തിരിവുണ്ടാകുന്നു എന്ന് തോന്നിയതാണ്. അത് പ്രമേയത്തിൽ മാത്രമല്ല, അഭിനയത്തില്, സംഗീതത്തിൽ പ്രത്യേകിച്ചും. അതിനു മുമ്പൊക്കെ ഉണ്ടായിരുന്ന ഹിന്ദി സിനിമകളുടെ അതേ ട്യൂണുകൾ അനുകരിച്ചുകൊണ്ട് അതിൽ പാട്ടുകൾ നിരത്തി വെച്ചിട്ടുള്ള പാട്ടുകളുടെ സ്ഥാനത്ത് നമ്മുടെ മലയാളി ചുവയുള്ള നാടോടി പാട്ടുകളെ ആസ്പദമാക്കിയിട്ടുള്ള സംഗീതമൊക്കെയാണ് രാഘവൻ മാഷ് നീലക്കുയിലിൽ കൊണ്ടുവന്നത്. MTയുടെ നിര്യാണത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രിമാർ, പ്രതിപക്ഷ നേതാവ്, രാഷ്ട്രീയ, സാംസ്കാരിക, ചലച്ചിത്ര മേഖലയിലെ പ്രമുഖർ തുടങ്ങിയവർ അനുശോചിച്ചു. സാഹിത്യത്തെയും സിനിമയെയും പത്രപ്രവർത്തനത്തെയും ഒരുപോലെ സമ്പന്നമാക്കിയ ബഹുമുഖ പ്രതിഭയായിരുന്നു MT എന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അനുസ്മരിച്ചു.
മലയാള സാഹിത്യത്തെ ലോക സാഹിത്യത്തിന്റെ നെറുകയിലെത്തിച്ച പ്രതിഭയെയാണ് MTയുടെ വിയോഗത്തിലൂടെ നഷ്ടമായിരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഇന്ന് നടക്കുന്ന വീർ ബാൽ ദിവസ് പരിപാടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും. പരിപാടിയിൽ പോഷകാഹാര സേവനങ്ങളുമായി ബന്ധപ്പെട്ട സുപോഷിത് ഗ്രാമപഞ്ചായത്ത് അഭിയാൻ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. 2022 ഗുരു ഗോവിന്ദ് സിംഗിന്റെ മക്കളുടെ ധീരതയെ അനുസ്മരിച്ച് എല്ലാ വർഷവും ഡിസംബർ 26 വീർ ബാൽ ദിവസ് ആയി ആചരിക്കുമെന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത്. പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. ഈ വർഷം 14 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും നിന്നായി 17 കുട്ടികളാണ് വിവിധ മേഖലകളിലെ അതുല്യ സംഭാവനകൾക്കുള്ള പ്രധാനമന്ത്രിയുടെ ബാലപുരസ്കാരത്തിന് അർഹരായത്. ഈ വർഷം ഒക്ടോബർ വരെയുള്ള കണക്കുകൾ പ്രകാരം 13,41,000 പേർ എംപ്ലോയീസ് പ്രോവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനിൽ രജിസ്റ്റർ ചെയ്തതായി കേന്ദ്ര തൊഴിൽ മന്ത്രാലയം. ഈ ഒക്ടോബറിൽ മാത്രം 7,50,000 പേർ പുതുതായി EPFOയുടെ ഭാഗമായതായും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. സ്വമിത്വ പദ്ധതിക്ക് കീഴിലുള്ള 58 ലക്ഷം പ്രോപ്പർട്ടി കാർഡുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വിതരണം ചെയ്യും. പദ്ധതി ഗുണഭോക്താക്കളുമായി സംവദിക്കുന്ന ശ്രീ മോദി ഓരോ വസ്തു ഉടമയ്ക്കും അവകാശരേഖ കൈമാറും. ഭൂവുടമകൾക്ക് വസ്തുവിന്റെ ഈടിന്മേൽ വായ്പകൾ സാധ്യമാക്കാനും സ്വത്ത് തർക്കങ്ങൾ കുറയ്ക്കാനും പദ്ധതി സഹായിക്കും. കെൻ ബെത്വ ദേശീയ നദീ സംയോജന പദ്ധതിയുടെ തറക്കല്ലിടൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മധ്യപ്രദേശിലെ ഖജുരാഹോയിൽ നിർവഹിച്ചു. പദ്ധതിയിലൂടെ 8 ലക്ഷം ഹെക്ടർ സ്ഥലത്ത് ജലസേചന സൌകര്യം ലഭിക്കുമെന്നും മധ്യപ്രദേശിലെ 10 ജില്ലകളിലെ 2000 ഗ്രാമങ്ങളിലെ കുടുംബങ്ങൾക്ക് പ്രയോജനം ലഭിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ചടങ്ങിൽ രാജ്യത്തെ ആദ്യ ഓംകാരേശ്വർ ഫ്ലോട്ടിംഗ് സോളാർ പദ്ധതിയുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. आज ऐतिहासिक केन बेतवा लिंक परियोजना का दौधन बांध का शिलान्यास हुआ है. इस बांध का पानी करीब 11 लाख हेक्टेयर भूमि तक पहुंचेगा. ओमकारेश्वर फ्लोटिंग सोलर प्लांट उसका भी लोकार्पण हुआ है और ये मध्य प्रदेश का पहला फ्लोटिंग प्लांट है. ശബരിമലയിൽ 41 ദിവസം നീണ്ടുനിന്ന മണ്ഡലകാല തീർത്ഥാടനത്തിന് ഇന്ന് സമാപനമാകും. ഉച്ചയ്ക്ക് 12-നും 12:30-നും ഇടയ്ക്കുള്ള മുഹൂർത്തത്തിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ കാർമ്മികത്വത്തിൽ മണ്ഡലപൂജ നടക്കും. മകരവിളക്ക് മഹോത്സവത്തിനായി ഈ മാസം 30-ന് വീണ്ടും നട തുറക്കും. അടുത്ത മാസം 14-നാണ് മകരവിളക്ക്. തിരക്ക് നിയന്ത്രണത്തിന്റെ ഭാഗമായി വെർച്വൽ ക്യൂ വഴി 60,000 പേർക്കും തത്സമയ ബുക്കിംഗ് വഴി 5,000 പേർക്കുമാണ് ഇന്ന് ദർശനം അനുവദിച്ചിട്ടുള്ളത്. വൈകുന്നേരം 7-നു ശേഷം തീർത്ഥാടകർക്ക് പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് പ്രവേശനം അനുവദിക്കില്ല. സഹകരണ സംഘങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയ്ക്ക് കേന്ദ്ര സർക്കാർ കൂടുതൽ കരുത്ത് പകരുകയാണെന്ന് കേന്ദ്ര സഹകരണ മന്ത്രി അമിത് ഷാ. പുതുതായി സ്ഥാപിതമായ 10,000-ത്തിലധികം വിവിധോദ്ദേശ്യ പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങൾ, ക്ഷീര മത്സ്യ വിഭവ സഹകരണ സംഘങ്ങൾ എന്നിവ രാജ്യത്തിന് സമർപ്പിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ ക്രിക്കറ്റ് താരം ജസ്പ്രീത് ബുംറയ്ക്ക് ICC പുരുഷ ടെസ്റ്റ് ബൌളിംഗ് റാങ്കിങ്ങിൽ ശ്രദ്ധേയമായ നേട്ടം. ഒരു ഇന്ത്യൻ ബൌളർ നേടിയ ഏറ്റവും ഉയർന്ന റേറ്റിംഗായ 904 പോയിന്റിന് ബുംറ അർഹനായി. നേരത്തെ ഈ റെക്കോർഡ് സ്പിന്നർ രവിചന്ദ്രൻ അശ്വിന്റെ പേരിലായിരുന്നു. ബ്രിസ്ബണിൽ 94 റൺസ് വഴങ്ങി 9 വിക്കറ്റ് വീഴ്ത്തിയ ബുംറയുടെ മികച്ച പ്രകടനം ടെസ്റ്റ് ബൌളിംഗ് റാങ്കിങ്ങിൽ തന്റെ 1ാം സ്ഥാനം ഉറപ്പിച്ചു. ഇന്ത്യ ഓസ്ട്രേലിയ ബോർഡർ ഗാവസ്കർ ട്രോഫി 4ാം ക്രിക്കറ്റ് ടെസ്റ്റ് മെൽബണിൽ പുരോഗമിക്കുന്നു. ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ഓസ്ട്രേലിയ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 1 വിക്കറ്റ് നഷ്ടത്തിൽ 112 റൺസ് നേടിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. അക്ഷരകുലപതി MT വാസുദേവൻ നായർ അന്തരിച്ചു. MTയുടെ വിയോഗത്തിൽ സംസ്ഥാനത്ത് ഇന്നും നാളെയും ഔദ്യോഗിക ദുഃഖാചരണം. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന വീർ ബാൽ ദിവസ് പരിപാടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും. പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. ശബരിമല മണ്ഡലകാല തീർത്ഥാടനത്തിന് ഇന്ന് സമാപനം. ICC പുരുഷ ടെസ്റ്റ് ബൌളിംഗ് റാങ്കിങ്ങിൽ ശ്രദ്ധേയ നേട്ടം കൈവരിച്ച ഇന്ത്യൻ താരം ജസ്പ്രീത് ബുംറ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30-ന്.